നമസ്കാരം. പ്രധാന വാർത്തകൾ. കാർഷിക സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി SFI. കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും SFI. മത്സരരംഗത്തുണ്ടായിരുന്ന KSU, ASF സംഘടനകൾക്കെതിരെ 5 സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് SFI വിജയം കരസ്ഥമാക്കിയത്. അമ്പലവയൽ കാർഷിക കോളേജിലെ അശ്വിൻ കൃഷ്ണയാണ് യൂണിയൻ പ്രസിഡന്റ്. പഠനക്കാട് കാർഷിക കോളേജിലെ അമൃതരാജാണ് ജനറൽ സെക്രട്ടറി. വൈസ് പ്രസിഡന്റുമാരായി വെള്ളായണി കാർഷിക കോളേജിലെ നസ്രിൻ സത്താർ, വെള്ളാനിക്കര കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിലെ BK ദിയ എന്നിവർ വിജയിച്ചു. കുമരകം റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്ററിലെ നന്ദനയാണ് SFS സെക്രട്ടറി. SFIക്ക് വോട്ട് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്യുന്നതായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, പ്രസിഡന്റ് K അനുശ്രീ എന്നിവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. മീൻ പിടിക്കുന്നതിനിടെ കരയിടിഞ്ഞു വീണു. 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മയ്യലിൽ ബന്ധുക്കളായ 3 വിദ്യാർത്ഥികൾ പുഴയിൽ വീണ് മരിച്ചു. പാവന്നൂർ മൊട്ട സ്വദേശികളായ നിവേദ്, അഭിനവ്, ജോബിൻജിത്ത് എന്നിവരാണ് മരിച്ചത്. 3 പേരും ബന്ധുക്കളാണ്. മയ്യിൽ ഇരുവാപ്പുഴ ചീരാച്ചേരി വൈകിട്ടാണ് അപകടമുണ്ടായത്. പുഴക്കരയിൽ നിൽക്കുന്നതിനിടെ മൺതിട്ട ഇടിഞ്ഞ് 2 പേർ പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ ചാടിയ ഒരാൾ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നീന്തി രക്ഷപ്പെട്ടു. സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി കരയ്ക്ക് കയറ്റിയെങ്കിലും 3 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹങ്ങൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നടുറോഡിൽ യുവതിയെ 5 സംഘം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എറണാകുളം കളമശ്ശേരിയിൽ യുവതിയെ 5 സംഘം ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി പരാതി. ഭർത്താവിന്റെ ജോലിസ്ഥലത്തേക്ക് വരികയായിരുന്ന യുവതിയാണ് കാറിലെത്തിയ സംഘം ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് യുവതി സമീപത്തെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഓടിക്കയറി. പിന്നാലെ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് അന്വേഷണത്തിൽ സംഘത്തിലെ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പരാതി ഇരുകൂട്ടരും സംസാരിച്ച് ഒത്തുതീർത്തു. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. വണ്ടാനം സ്വദേശിയായ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ. വണ്ടാനം വൃക്ഷവിലാസം തോപ്പിൽ ഫഹദാണ് അമ്പലപ്പുഴ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുറക്കാട് ഭാഗത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു. CPM ഭീഷണി. ടൂറിസം കേന്ദ്രം അടച്ചു. CPM പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് കോന്നി അടവി എക്കോ ടൂറിസം കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് നടപടി. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനഭൂമിയിലെ കൊടി നീക്കിയതിന് പിന്നാലെയാണ് തർക്കവും ഭീഷണിയും ഉണ്ടായത്. ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്നായിരുന്നു CPM നേതാവിന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസമാണ് വനഭൂമി കയ്യേറി സ്ഥാപിച്ച CITU കൊടി ഉദ്യോഗസ്ഥൻ നീക്കിയത്. തുടർന്ന് തണ്ടിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദാണ് പ്രതിഷേധത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് നേരെ ഭീഷണി മുഴക്കിയത്.